എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, യുവാക്കളെ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് അത് നിസ്കാരമാണ്. പരലോകത്ത് ആദ്യം ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരം പാഴാക്കിയവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായ ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ശേഷക്കാരായ മോശപ്പെട്ട ആളുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ഒരു പിൻഗാമികൾ വരാനുണ്ട്. അല്ലാഹുസ്സലാ, നിസ്കാരത്തെ പാഴാക്കുന്നു. വത്തബഉശ് ശഹവാത്ത്, അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നു. ഫസൗഫ യൽഖൗന ഗയ്യ, നരകത്തിലെ താഴ്വരയായ ഗൈ അത് അവർ പിന്നീട് കണ്ടുമുട്ടുന്നതാണെന്നാണ്. ഇത് കേട്ടപ്പോൾ സഹാബികൾ ചിലർ ചോദിച്ചു, അകാനു താരിഖീന സ്സലാ, ഇവർ നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണോ? അവരോട് മറുപടി പറയപ്പെട്ടത്, അവർ നിസ്കാരം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവർ കാഫിറാകുമായിരുന്നു. ഈ ആയത്തിൽ പറഞ്ഞത് നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞത് ഇന്നഹും യുഅഖിറൂന സ്സലാ അൻ ഔഖാതിഹ, നിസ്കാരം അതിന്റെ സമയത്ത് തെറ്റിച്ച് നിസ്കരിക്കുന്നവർക്ക് തന്നെ വൻ പാപമാണ് സഹോദരങ്ങളെ. നരകത്തിൽ പ്രവേശിക്കാൻ മാത്രം മതിയായതാണ്. എത്ര യുവാക്കളാണ്, എത്ര യുവതികളാണ് സൂര്യൻ ഉദിച്ചതിന് ശേഷം പോലും ഫജ്ർ നിസ്കരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളാണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീനിന്റെ ആളുകളാണെന്ന് അവർക്ക് പറയാൻ സാധിക്കുക? നിസ്കാരത്തിന്റെ കാര്യം സമയത്ത് തന്നെ നിർവഹിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്